ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th മോഡ്യൂളിലെ IO ഡിവൈസസിനെ കുറിച്ചാണ്. അപ്പോൾ ഓൾറെഡി ഞാനിത് ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ബാക്കി ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയാണ്. അപ്പം നമുക്കറിയാം, ബസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് ബസ്സസ് ഉണ്ട്. അതായത് പ്രോസസ്സറിനകത്തുള്ള ബസ്സിനെ നമ്മൾ ഇൻറ്റേർണൽ പ്രോസസ്സർ ബസ്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സറിനകത്തുള്ള രജിസ്റ്റേഴ്സ് തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്യുന്നതിന്, ALU ഒക്കെ ആയിട്ട് എല്ലാം ഇൻ്റർകണക്ട് ചെയ്യുന്നതിന്, അത് പ്രോസസ്സറിനകത്തുള്ള ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റേർണൽ പ്രോസസ്സർ ബസ് യൂസ് ചെയ്യുന്നത്. പ്രോസസ്സറിന് പുറത്തുള്ള കമ്പോണൻസുമായിട്ട് പ്രോസസ്സറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ബസ് അഥവാ സിസ്റ്റം ബസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സറിന് പുറത്തുള്ള സംഭവങ്ങളെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മെമ്മറിയും IO ഡിവൈസസും ആണ്. അപ്പം ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് IO ഡിവൈസസിനെ കുറിച്ചാണ്. അപ്പം മൾട്ടിപ്പിൾ IO ഡിവൈസസ് മേ ബി കണക്റ്റഡ് ടു ദ പ്രോസസ്സർ ആൻഡ് മെമ്മറി വയ ബസ്. അപ്പം ബസ് ഉപയോഗിച്ചിട്ടാണ് പല IO ഡിവൈസസുകളും പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ബസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 3 ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ട് അല്ലേ. അഡ്രസ് ലൈനുണ്ട്, ഡേറ്റ ലൈനുണ്ട്, കൺട്രോൾ ലൈനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബസ്സിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ IO ഡിവൈസിനും ഒരു യൂണീക്കായിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ആക്സസ് ആൻ IO ഡിവൈസസ് ദ പ്രോസസ്സർ പ്ലേസസ് ദ അഡ്രസ് ഓൺ ദ അഡ്രസ് ലൈൻ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു IO ഡിവൈസസിനെ പ്രോസസ്സറിന് ആക്സസ് ചെയ്യണമെങ്കിൽ, അല്ലെ IO ഡിവൈസസിലോട്ട് എന്തെങ്കിലും റീഡ് റിക്വസ്റ്റോ റൈറ്റ് റിക്വസ്റ്റോ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പല ഇൻപുട്ട് ഡിവൈസസിൽ നിന്നാണല്ലോ പ്രോസസ്സറിലോട്ട് ഡേറ്റ വരുന്നത്. പിന്നെ അതുപോലെ പല ഇൻഫർമേഷനും പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അത് പ്രിൻ്റർ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിവൈസിലോട്ടാണ് പ്രോസസ്സർ ആ ഡേറ്റേനെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു IO ഡിവൈസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഏതൊന്നിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അതിനൊരു യുണീക്ക് അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പം ടു ആക്സസ് ആൻ IO ഡിവൈസസ് ദ പ്രോസസ്സർ പ്ലേസസ് ദ അഡ്രസ് ഓൺ ദ അഡ്രസ് ലൈൻ. ഈ ബസ്സിൻ്റെ അഡ്രസ് ലൈനിലാണ് ആ അഡ്രസ്സ് പ്ലേസ് ചെയ്യുന്നത്. Devices which recognize this address respond to the commands issued on the control lines. അപ്പം അതിൻ്റെ ഏത് ഡിവൈസിൻ്റെ ആണോ അഡ്രസ്സ് ആ ഡിവൈസ് റെക്കഗ്നൈസ് ചെയ്തിട്ട് കൺട്രോൾ ലൈൻസിലുള്ള കമാൻഡ്സ് അത് നോക്കുക, അതിൻ്റെ ഉള്ള റെസ്പോൺസ് കൊടുക്കും. Processor request for either read or write and the data will be placed on the data lines. പൊതുവേ പ്രോസസ്സർ റീഡ് ഓർ റൈറ്റ് കൺട്രോൾ സിഗ്നൽസ് ആയിരിക്കും ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ഡേറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീഡ് ചെയ്യാനാണെങ്കിൽ അത് റീഡ് ചെയ്തിട്ട് ആ ഡേറ്റേനെ ഡേറ്റ ലൈൻസിൽ പ്ലേസ് ചെയ്യുക, റൈറ്റ് ചെയ്യാനാണെങ്കിൽ ഡേറ്റ ലൈൻസിലുള്ള ഡേറ്റ അത് റൈറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നോർമലി IO ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. ഇനിയും ഇവിടെ നമുക്ക് ഈ IO ഡിവൈസസിൻ്റെ എങ്ങനെയാണ് IO ഡിവൈസസിനെ IO ഡിവൈസിന് ഓരോന്നിനും ഓരോ യൂണീക്ക് അഡ്രസ്സും അതിനെ ആക്സസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ 2 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. അതായത് IO ഡിവൈസും മെമ്മറിയും സെയിം അഡ്രസ് സ്പേസ് തന്നെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുന്നത് മെമ്മറി മാപ്ഡ് IO. അതായത് IO ഡിവൈസസിൻ്റെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം, ഓരോ മെമ്മറി ലൊക്കേഷൻസിനും ഓരോ യുണീക്ക് അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ മെമ്മറി ലൊക്കേഷൻസിനകത്ത് മെയിൻലി ഇൻഫർമേഷൻ എന്ന് പറയുമ്പം ഇറ്റ് മേ ബി ഓപ്പറാൻസ് ഓർ ഇനി അത് ഇൻസ്ട്രക്ഷൻസ് കാണും. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്നുള്ള ഡേറ്റേനെ ആക്സസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസാണ്. എന്നാൽ IOയുടെ കേസിൽ ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ IO ഡിവൈസസിൽ നിന്നുള്ള വരുന്ന ഡേറ്റയെ ആക്സസ് ചെയ്യുന്നതിനോ അല്ലെ IO ഡിവൈസസിലോട്ട് ഡേറ്റയെ കൊടുക്കുന്നതിനോ ഉള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും സേവ് ചെയ്യുന്നത് മെമ്മറിയുടെ സെയിം അഡ്രസ് സ്പേസ് തന്നെ. ഈ ഒരു സെയിം അഡ്രസ് സ്പേസ് തന്നെ മെമ്മറി IO ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ മെമ്മറി മാപ്ഡ് IO എന്നും, പിന്നെ അതുപോലെ മെമ്മറി ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്ന സെയിം ഇൻസ്ട്രക്ഷൻസാണ് IO ഓപ്പറേഷൻസിനും യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ അറേഞ്ച്മെൻറ്റിനെ മെമ്മറി മാപ്ഡ് IO, അതായത് അവിടെ ഒരു ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് നമ്മൾ IO ഓപ്പറേഷൻസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ എനി മെഷീൻ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ ആക്സസ് മെമ്മറി ക്യാൻ ബി യൂസ് ടു ട്രാൻസ്ഫർ ഡേറ്റ ടു ഓർ ഫ്രം ദ IO ഡിവൈസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റിനെ നമ്മൾ പറയുന്നത് മെമ്മറി മാപ്ഡ് IO. അതായത് when IO device and memory share the same address space and same machine instruction for the data transfer, that type of arrangement is known as memory mapped IO. അതിനെ നമ്മൾ മെമ്മറി മാപ്ഡ് IO. ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കി മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ മെമ്മറി ഇപ്പോൾ മൂവ് A, B എന്ന് പറയുന്ന A എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് നിന്ന് Bയിലോട്ട് ഡേറ്റേനെ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലേ. അതുപോലെ തന്നെ മൂവ് ഡേറ്റ ഇൻ R0 എന്ന് വെച്ച് കഴിഞ്ഞാൽ
എപ്പോഴും ഓർക്കുക ഡേറ്റ ഇൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഡേറ്റ രജിസ്റ്റർ അസോസിയേറ്റഡ് വിത്ത് ദ ഇൻപുട്ട് യൂണിറ്റ്. ഓക്കെ, അതായത് ഐ ഒ ഡിവൈസസുകളിൽ ഇൻപുട്ടും ഉണ്ടായിരിക്കും ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ടായിരിക്കും. ഇൻപുട്ട് ഡിവൈസസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന രജിസ്റ്ററാണ് ഡേറ്റ ഇൻ എന്ന് പറയുന്ന രജിസ്റ്റർ. ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന രജിസ്റ്ററാണ് ഡേറ്റ ഔട്ട് എന്ന്. അപ്പോൾ മൂവ് ഡേറ്റ ഇൻ R0 എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ്സ് ദ ഡേറ്റ ഫ്രം ദ ഡേറ്റ ഇൻ രജിസ്റ്റർ ദെൻ ടു ദ പ്രോസസർ രജിസ്റ്റർ R0. അതായത് ഡേറ്റ ഇൻപുട്ട് ഡിവൈസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന രജിസ്റ്ററിൽ നിന്ന് ഡേറ്റ എടുത്തിട്ട് R0 എന്ന് പറയുന്ന പ്രോസസർ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ സിമിലർലി ഫ്രം മൂവ് R0, ഡേറ്റ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R0 എന്ന് പറഞ്ഞ പ്രോസസർ രജിസ്റ്ററിലുള്ള കണ്ടൻറ്റിനെ നമ്മൾ എവിടോട്ട് മൂവ് ചെയ്യണം? ഡേറ്റ ഔട്ട്, ദാറ്റ് ഇസ് എ രജിസ്റ്റർ അസോസിയേറ്റഡ് വിത്ത് ദി ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, അപ്പം ഇനിയും അടുത്ത വേറൊരു പിന്നെ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് നോൺ എസ് IO മാപ്ഡ് IO. ദ ഫസ്റ്റ് വൺ ഈസ് മെമ്മറി മാപ്ഡ് IO ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് IO മാപ്ഡ് IO. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് അഡ്രസ് സ്പേസ് ഫോർ IO ഡിവൈസസ്. മറ്റേതിനകത്താണെങ്കിൽ നമ്മൾ അഡ്രസ് സ്പേസ് ഈസ് ഷെയർഡ് ബൈ മെമ്മറി ആൻഡ് IO ഡിവൈസസ്. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് അഡ്രസ് സ്പേസ് ഉണ്ട് IO ഡിവൈസസിന് വേണ്ടിയിട്ട്. അതായത് മോസ്റ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം യൂസസ് ദ മെമ്മറി മാപ്ഡ് IO. അതായത് മോസ്റ്റ് ഓഫ് ദ കമ്പ്യൂട്ടേഴ്സും ഫോളോ ചെയ്യുന്ന മെമ്മറി മാപ്ഡ് IO ആണ്. സം പ്രോസസ്സസ് ഹാവ് സ്പെഷ്യൽ IO ഇൻസ്ട്രക്ഷൻ ടു പെർഫോം IO ട്രാൻസ്ഫർ. എന്നാൽ ഇപ്പോൾ മെമ്മറി മാപ്ഡ് IOയിലാണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കോമൺ ആണ്. IO മാപ്ഡ് IOയിൽ സെപ്പറേറ്റ് അഡ്രസ് സ്പേസും ആണ്, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് IO ട്രാൻസ്ഫേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസും ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഈസ് നോൺ എസ് ദ എന്താണ് IO മാപ്ഡ് IO. അതായത് IO ഡിവൈസസ് ആൻഡ് ദ മെമ്മറി ഹാവ് ഡിഫറെൻറ്റ് അഡ്രസ് സ്പേസ്. അതായത് ഒരു കോമൺ സ്പേസ് അത് ഷെയർ ചെയ്യുന്നില്ല, രണ്ടിനും വേണ്ടിയിട്ട് രണ്ട് ഡിഫറെൻറ്റ് സ്പേസ്. നമ്മൾ ഈ ഒരു ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അതായത് ഇവിടെ നോക്കി IOയ്ക്ക് വേണ്ടിയിട്ട് കണ്ടോ, ഇവിടെ IOയ്ക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അഡ്രസ് സ്പേസ് ആൻഡ് ദിസ് അഡ്രസ് സ്പേസ് ഈസ് യൂസ്ഡ് ബൈ ദി മെമ്മറി. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കോമൺ അഡ്രസ് സ്പേസ് ഈസ് ഷെയർഡ് ബൈ ദി memory and the IO devices and the common instructions are shared by both. Here the special or separate instructions are there for IO operations. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന IO ഇൻ്റർഫേസ് ആണ്. അതായത് ഇതാണ് നമ്മൾ പറഞ്ഞ എക്സ്റ്റേണൽ ബസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 3 ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് നോൺ എസ് അഡ്രസ് ലൈൻ, ഡേറ്റ ലൈൻ, നെക്സ്റ്റ് ഈസ് കൺട്രോൾ ലൈൻ. ഓക്കെ, അപ്പം ഇതാണ് IO ഡിവൈസസ്. ഈ ബസ്സുമായിട്ട് IO ഡിവൈസസ് കണക്ട് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദിസ് കണക്ഷൻ ദർ വിൽ ബി എ IO ഇൻ്റർഫേസ്. ഈ IO ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ടാണ് ശരിക്കും അതിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്മൂത്തായിട്ട് നടക്കുന്നത്. ഈ IO ഇൻ്റർഫേസ് നമ്മൾ ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കി അഡ്രസ് ഡീകോഡർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്, ഡേറ്റ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അഡ്രസ് ഡീകോഡർ, കൺട്രോൾ സർക്യൂട്ട്, ഡേറ്റ ആൻഡ് സ്റ്റാറ്റസ് രജിസ്റ്റർ. ഈ അഡ്രസ് ഡീകോഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡീകോഡ്സ് അഡ്രസ് പ്ലേസ്ഡ് ഓൺ ദ അഡ്രസ് ലൈൻ ദസ് എനേബിളിംഗ് ദ ഡിവൈസസ് ടു റെക്കഗ്നൈസ് ഇറ്റ്സ് അഡ്രസ്. അപ്പോൾ ഒരു എല്ലാ IO ഡിവൈസിനും യൂണീക്കായിട്ടുള്ള അഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ IO ഡിവൈസിനെ അപ്പം അത് നോക്കിയിട്ടാണ് ഈ IO ഡിവൈസസ് മനസ്സിലാക്കുന്നത് തനിക്കുള്ള എന്താണ് പിന്നെ മെസ്സേജ് ആണെന്ന്, പ്രോസസ്സർ സെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു കമാൻഡ് തനിക്കുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത് ഈ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ അവിടെ ഒരു ഡീകോഡർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡീകോഡർ വെച്ചിട്ടാണ് എന്താണ് കറക്റ്റായിട്ടുള്ള IO ഡിവൈസസിനെ പിന്നെ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഡിസൈഡ്സ് അഡ്രസ് പ്ലേസ്ഡ് ഓൺ ദ അഡ്രസ് ലൈൻ ദസ് എനേബിളിംഗ് ദ ഡിവൈസ് ടു റെക്കഗ്നൈസ് ഇറ്റ് അഡ്രസ്. ഓക്കെ, ഇനി ഡേറ്റ രജിസ്റ്ററാണ് ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡേറ്റയെ ഹോൾഡ് ചെയ്യുന്നത് ഈ ഡേറ്റ രജിസ്റ്ററാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്. ഈ IO ഓപ്പറേഷന് നെസസറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിലായിരിക്കും. പിന്നെ അതുപോലെ ഈ ഡേറ്റ രജിസ്റ്ററും സ്റ്റാറ്റസ് രജിസ്റ്ററും കണക്ട് ചെയ്തിരിക്കുന്നത് ഡേറ്റ ലൈൻസുമായിട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു കൺട്രോൾ സർക്യൂട്ട് ഉണ്ട്, അത് കൺട്രോൾ ലൈൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഇത്രയും ചേർന്നിട്ട് ഈ 3 യൂണിറ്റുകൾ ചേർന്നിട്ടാണ് IO ഇൻ്റർഫേസ് ഉണ്ടായിരിക്കുന്നത്. ഈ IO ഇൻ്റർഫേസ് ത്രൂ ആണ് എന്താണ് ഇത് ഇൻപുട്ട് ഡിവൈസ് ബസ്സിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയും നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പ്രോസസ്സർ എടുക്കുകയാണെങ്കിലും IO എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനകത്തും കൺട്രോൾ രജിസ്റ്റേഴ്സും സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സും ഉണ്ടായിരിക്കും. ഈ 2 രജിസ്റ്റേഴ്സ് ദാറ്റ് ഈസ് ഡേറ്റ ഇൻ ആൻഡ് ഡേറ്റ ഔട്ട് എന്ന് പറയുന്നത് these are the registers associated with the IO devices for storing the data. Okay,
ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IO ഡിവൈസസിലുള്ള, അതായത് ഇൻപുട്ട് ഡിവൈസിലാണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന രജിസ്റ്ററാണ് ഡേറ്റ ഇൻ, ഔട്ട്പുട്ട് ആണെങ്കിൽ ഡേറ്റ ഔട്ട്. ഓക്കെ, ഇനിയും സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്താണെങ്കിൽ പിന്നെ ഇവിടെ നോക്കി എസ് ഔട്ട് എസ് ഇൻ എന്ന് പറയുന്ന 2 ഫ്ലാഗ്സ് ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ പിന്നെ എന്താണ്, ഇതിപ്പോൾ ഒരു IO ഡിവൈസിൻ്റെ കാണിച്ചിരിക്കുകയാണ്. അത് ഇതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, ഓരോ ഡിവൈസസിലും ഓരോ ഇടത്തായിരിക്കും ആ ഫ്ലാഗ് ഉണ്ടായിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സറിനകത്തും സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്. ഇവിടെ ഈ ഇതെന്ന് പറയുന്ന SIN എന്ന് പറയുന്ന ബിറ്റ്, ഇവിടെ നോക്കി ഫോർ എൻ ഇൻപുട്ട് ബിറ്റ് ഫോർ എ ഇൻപുട്ട് ഡിവൈസ് SIN സ്റ്റാറ്റസ് ഫ്ലാഗ് ഈസ് യൂസ്ഡ് വെൻ SIN ഈസ് ഈക്വൽ ടു 1 ദ ക്യാരക്ടർ ഈസ് എൻറ്റേർഡ് അറ്റ് ദ കീബോർഡ്. അപ്പം കീബോർഡിൽ കൂടെ ക്യാരക്ടർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഈ ഡേറ്റ ഇൻ രജിസ്റ്ററിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിൻ ഫ്ലാഗ് ഉണ്ടല്ലോ, അതായത് ഈ സ്റ്റാറ്റസ് ഫ്ലാഗ് എന്തോ ചെയ്യും, SIN എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. SIN is equal to 0 once the character is read by the processor. അപ്പോൾ ഈ പ്രോസസ്സർ ആ ക്യാരക്ടറിനെ ഡേറ്റ ഇൻ രജിസ്റ്ററിൽ നിന്ന് റീഡ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തോ ചെയ്യുന്നു, ആ ഫ്ലാഗ് 0 ആക്കി സെറ്റ് ചെയ്യും. അപ്പോൾ പ്രോസസ്സർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇൻപുട്ട് ഡിവൈസസിനെ പോൾ ചെയ്ത് നോക്കുമ്പോൾ സിൻ ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോസസ്സറിന് മനസ്സിലാകും ഡേറ്റ ഇൻ രജിസ്റ്ററിൽ ഡേറ്റ ഉണ്ടെന്ന്. അപ്പം പ്രോസസ്സർ അത് റീഡ് ചെയ്യും. ഇപ്പോൾ സിൻ ഫ്ലാഗ് 0 ആണെങ്കിൽ ഡേറ്റ ഇൻ രജിസ്റ്ററിൽ ഇപ്പം ഡേറ്റ ഇല്ല. നമുക്കറിയാം ഈ എന്താ പറയുന്നത്, പ്രോസസ്സറും IO ഡിവൈസസും രണ്ടും 2 സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസുള്ള. പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ് ഡിവൈസും IO ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർഡ് ടു പ്രോസസ്സർ IO ഡിവൈസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിനെ രണ്ടിൻ്റെയും കൂടെ ഡേറ്റ ട്രാൻസ്ഫർ സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത്. അതാണ് നമ്മളിനി നെക്സ്റ്റ് പഠിക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ പ്രോസസ്സറിൻ്റെ IO ഡിവൈസസിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് IO ഡിവൈസ് എങ്ങനെ നമുക്ക് സിങ്ക് ചെയ്തുകൊണ്ട് പോകാമെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കാണുന്നത്. അപ്പം എന്താണ് ഈ സിൻ ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സറിന് മനസ്സിലാവും ഡേറ്റ ഇൻ രജിസ്റ്ററിൽ ഡേറ്റ ഉണ്ടെന്ന്. ആഫ്റ്റർ എന്താണ്, വെൻ ദ പ്രോസസ്സർ റെഡ് ദ ഡേറ്റ ഫ്രം ദ ഡേറ്റ ഇൻ രജിസ്റ്റർ ഓട്ടോമാറ്റിക്കലി സിൻ ഫ്ലാഗ് എന്ത് ചെയ്യും, 0 ആയിട്ട് സെറ്റ് ആകും. ഓക്കെ, ഇനിയും in the case of output devices, instead of this SIN flag we are using SOUT status flag. Okay, പിന്നെ അതുപോലെ പല വേറെ കുറേ ഫ്ലാഗുകളുണ്ട്. DIRQ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻട്രപ്റ്റ് റിക്വസ്റ്റാണ്, കീബോർഡിന് വേണ്ടിയിട്ടുള്ള ഇൻട്രപ്റ്റ് റിക്വസ്റ്റാണ് KIRQ. പിന്നെ KEN എന്ന് പറയുന്നത് കീബോർഡ് ഇനേബിൾ. അപ്പം പല ഇൻപുട്ട് എന്താണ് I എന്ന് പറയുന്ന ഒരെണ്ണം നമ്മുടെ പ്രോസസ്സറിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്ററിലുണ്ട് ഇൻട്രപ്റ്റ് ഇനേബിളിന് വേണ്ടിയിട്ട്. മറ്റേ KEN എന്ന് പറയുന്നത് കീബോർഡ് ഇനേബിൾ, DEN എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ ഇനേബിൾ, DEN എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇങ്ങനെ പല ഫ്ലാഗുകളുണ്ടെന്ന്, അതായത് സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് ഇങ്ങനെ പല ഫ്ലാഗുകളുണ്ടെന്ന്, പിന്നെ അതുപോലെ കൺട്രോൾ രജിസ്റ്ററിനകത്ത് ഇങ്ങനെ പല ഫ്ലാഗുകളുണ്ടെന്ന്. ഈ കൺട്രോൾ രജിസ്റ്റേഴ്സും സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സും ഒക്കെ എല്ലാ ഡിവൈസസിനും ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇനിയും ഞാൻ പറഞ്ഞു നമുക്ക് പ്രോസസ്സറും നമ്മുടെ IO ഡിവൈസസും പല സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. സോ വി ഹാവ് ടു സിങ്ക്രണൈസ് എന്താണ് ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദിസ് പ്രോസസ്സർ ആൻഡ് ദി IO ഡിവൈസസ്. അപ്പോൾ ദർ ആർ 3 മെക്കാനിസം ടു സിങ്ക്രണൈസ് ദ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് IO ഡിവൈസസ്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രോഗ്രാംഡ് IO, സെക്കൻഡ് ഈസ് ഇൻട്രപ്റ്റ് ഡ്രിവൺ, ആൻഡ് ദ തേർഡ് വൺ ഈസ് മെമ്മറി ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, ദാറ്റ് ഈസ് പ്രോഗ്രാം കൺട്രോൾഡ് IO, പ്രോഗ്രാംഡ് IO അല്ലെങ്കിൽ പ്രോഗ്രാം കൺട്രോൾഡ് IO. അപ്പം ഇവിടെ നോക്കി recall that the rate of transfer to and from IO devices is slower than the speed of the processor. This creates a need for mechanism to synchronize the data transfers between them. മുമ്പേ പറഞ്ഞത് തന്നെ. ഇപ്പോൾ പ്രോഗ്രാംഡ് കൺട്രോൾ IO എന്ന് പറയുന്നത് ഇവിടെ ഈ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു പ്രോഗ്രാം ആയിരിക്കും. ഇത് പ്രോഗ്രാം വെച്ചിട്ടായിരിക്കും നമ്മൾ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് പ്രോഗ്രാം കൺട്രോൾഡ് IO. പിന്നെ ഇവിടെ പ്രോസസ്സർ റിപ്പീറ്റഡ്ലി മോണിറ്റേഴ്സ് ദ സ്റ്റാറ്റസ് ഫ്ലാഗ് ടു അച്ചീവ് ദി നെസസറി സിങ്ക്രണൈസേഷൻ. അപ്പം നമുക്കറിയാം സ്റ്റാറ്റസ് ഫ്ലാഗ് കാണുന്ന സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിലാണ്. അപ്പം എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനകത്തും സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. അതിന് കറസ്പോണ്ട് ആ സ്റ്റാറ്റസ് രജിസ്റ്ററിൽ എന്തുണ്ടായിരിക്കും, സ്റ്റാറ്റസ് ഫ്ലാഗുകൾ കാണും. അതായത് സിന്ന്, SOUT, SIN എന്നൊക്കെ പറയുന്ന ഫ്ലാഗുകൾ കാണും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ
പോളിംഗ്, ഇതിനെ നമ്മൾ പ്രോഗ്രാംഡ് IO എന്നോ അല്ലെങ്കിൽ പോളിംഗ് ടെക്നിക്ക് എന്നോ ഒക്കെ പറയും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് പ്രോസസ്സർ എപ്പോഴും പോയിട്ട് റിപ്പീറ്റഡ്ലി ചെക്സ് ദി സ്റ്റാറ്റസ് ഫ്ലാഗ് ടു അച്ചീവ് ദ നെസസറി സിങ്ക്രണൈസേഷൻ. അതായത് എപ്പോഴും പോയി അല്ലെങ്കിൽ ഒരു ചെറിയ ടൈം ഗ്യാപ്പിൽ, ഓരോ ടൈം ഗ്യാപ്പിൽ, അതായത് ഫിക്സഡ് ടൈം ഗ്യാപ്പിൽ പ്രോസസ്സർ പോയി ഈ IO ഡിവൈസസിൻ്റെ സിൻ ഫ്ലാഗ്, ഇപ്പം ഇൻപുട്ട് ഡിവൈസ് ആണെങ്കിൽ സിൻ ഫ്ലാഗ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണെങ്കിൽ എസ് ഔട്ട് ഫ്ലാഗ്, ഇവിടെ കാണിച്ചിട്ടുണ്ട് സിൻ ഫ്ലാഗും എസ് ഔട്ട് ഫ്ലാഗും. അപ്പോൾ ഈ ഫ്ലാഗ് പോയി ചെക്ക് ചെയ്ത് നോക്കുവാണ് ആ ഡിവൈസിനകത്ത് ഡേറ്റ ഉണ്ടോ എന്ന്. കാരണം പ്രോസസ്സർ ഫാസ്റ്റായിട്ട് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേങ്കിൽ ഒരു കീബോർഡിൽ നിന്ന് ഒരു കീ എൻ്റർ ചെയ്ത് അതിൻ്റെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഇൻ ബഫറിൽ സ്റ്റോർ ചെയ്ത് വരാൻ താമസം എടുക്കും. അപ്പോൾ എപ്പോഴും പോയിട്ട് ആ പ്രോഗ്രാം വെച്ചിട്ട് പ്രോസസ്സർ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും സ്റ്റാറ്റസ് ഫ്ലാഗിൽ റെഡിയായെന്ന്. അപ്പോൾ സിൻ ഫ്ലാഗ് 1 ആണെങ്കിൽ പ്രോസസ്സറിന് മനസ്സിലാവും ഡേറ്റ ഇനിൽ ഇപ്പം ഡേറ്റ ഉണ്ടെന്ന്, അപ്പോൾ അതിനെ റീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രോസസ്സർ പോൾസ് ദി IO ഡിവൈസസ് കണ്ടിന്യൂസ്ലി. അപ്പോൾ ഹിയർ ഇവിടെ നിന്ന് പറയുന്നത് ഇറ്റ്സ് വർക്കിംഗ് ഈസ് കൺട്രോൾഡ് ബൈ എ പ്രോഗ്രാം ആൻഡ് ദ പ്രോസസ്സർ റിപ്പീറ്റഡ്ലി മോണിറ്റേഴ്സ് സ്റ്റാറ്റസ് ഫ്ലാഗ് ടു അച്ചീവ് ദ നെസസറി സിങ്ക്രണൈസേഷൻ. Processor polls the IO devices continuously. Okay, machine instruction that can check the state of the status flag and the data ins. അതായത് ഞാൻ പറഞ്ഞ ആ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി, ഇവിടെ 2 പ്രോഗ്രാം എഴുതിയിരിക്കുന്നു. 1 is for IO ഇൻപുട്ട് ഡിവൈസ് ആൻഡ് 1 is for ഔട്ട്പുട്ട് ഡിവൈസ്. ഇവിടെ ഈ ടെസ്റ്റ് ബിറ്റ് #3, ഇൻ സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തെ 3ാമത്തെ ബിറ്റ്, അതായത് കീബോർഡിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തെ 3ാമത്തെ ബിറ്റ് ടെസ്റ്റ് ചെയ്യാം. ആ 3ാമത്തെ ബിറ്റ് എന്ന് പറയുന്നത് സിൻ ഫ്ലാഗ് ആണ്. ആ സിൻ ഫ്ലാഗ് ചെക്ക് ചെയ്ത് നോക്കും. സിൻ ഫ്ലാഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സിൻ ഫ്ലാഗ് 0 ആണെങ്കിൽ അവിടെ പ്രോസസ്സർ ഹാസ് ടു വെയിറ്റ്. അതാണ് റീഡ് വെയിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പ്രോസസ്സർ റീഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എപ്പോഴും എന്തോ ചെയ്യുന്നു, ഈ ഒരു ടെസ്റ്റ് ബിറ്റ് ഉപയോഗിച്ചിട്ട് ആ 3rd ബിറ്റ്, കീബോർഡിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്റർ 3rd ബിറ്റ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വെൻ ദറ്റ് സിൻ ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 1, ആ സമയത്ത് എന്തോ ചെയ്യുന്നു, ദിസ് ഇൻസ്ട്രക്ഷൻ വിൽ ബി എക്സിക്യൂട്ടഡ്, ദാറ്റ് ഈസ് മൂവ് ബൈ ഡേറ്റ ഇൻ R1 എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ആവും. അപ്പോൾ എന്തോ ചെയ്യുന്നു, അപ്പോൾ ഡേറ്റ ഇൻ എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള കണ്ടൻറ്റ് R1 എന്ന് പറയുന്ന പ്രോസസ്സർ രജിസ്റ്ററിലോട്ട് ട്രാൻസ്ഫർ ആകും. ഓക്കെ, അങ്ങനെ അതങ്ങോട്ട് ട്രാൻസ്ഫർ ആകും ആ 3rd ബിറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. അതുപോലെ തന്നെയാണ് റൈറ്റ് വെയിറ്റിനകത്തും ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ എസ് ഔട്ട് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഫ്ലാഗ് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്തോ ചെയ്യുന്നു, അത് 0 ആണെങ്കിൽ വെയിറ്റ് ചെയ്യും. 1 ആകുന്ന സമയത്ത് R1-ലുള്ള കണ്ടൻറ്റ് ആ പ്രിൻ്റർ അപ്പോൾ ഫ്രീ ആയിരിക്കും, പ്രിൻ്ററിലോട്ട് അതിനെ മൂവ് ചെയ്യും. അങ്ങനെ അത് കണ്ടിന്യൂസ്ലി ഈ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് സ്റ്റാറ്റസ് ഓഫ് ദ IO ഡിവൈസസ് പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ എസ് പ്രോഗ്രാം കൺട്രോൾഡ് IO. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്രോഗ്രാം കൺട്രോൾഡ് IO എന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കും അതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ അത് സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം 2 commonly used mechanism for implementing the IO operation. അപ്പം അപ്പാർട്ട് ഫ്രം ദീസ് പ്രോഗ്രാം കൺട്രോൾഡ് IO ഞാൻ പറഞ്ഞു 2 എണ്ണം കൂടെ ഉണ്ട്. ഇൻട്രപ്റ്റും ഉണ്ട്, ഡയറക്റ്റ് മെമ്മറി ആക്സസും ഉണ്ട്. ഡയറക്റ്റ് മെമ്മറി ആക്സസ് നമ്മൾ ഹൈ സ്പീഡ് IO ഡിവൈസസിലാണ് ഈ ഡയറക്റ്റ് മെമ്മറി ആക്സസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്കാണ് യൂസ് ചെയ്യുക. IO ടെക്നിക്സ് 3 എണ്ണം ഉണ്ട്. പ്രോഗ്രാം കൺട്രോൾഡ് IO, ഇൻട്രപ്റ്റ്, DMA. അതിൻ്റെ അകത്ത് സെക്കൻഡ് വൺ ഈസ് ഇൻട്രപ്റ്റ്. അപ്പോൾ ഇൻട്രപ്റ്റ് എന്ന് പറയുമ്പം അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ടെക്നിക് പ്രോഗ്രാം കൺട്രോൾഡ് IO ആയിരുന്നു. ഇൻ പ്രോഗ്രാം കൺട്രോൾഡ് IO the program enters a wait loop in which it repeatedly tests the device status. During the period the processor is not performing any useful computation. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ടെക്നിക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതായത് പ്രോസസ്സർ എപ്പോഴും വെയിറ്റ് ലൂപ്പിലായിരിക്കും. ഓരോ പ്രാവശ്യവും ഈ IO ഡിവൈസസിനെ പോൾ ചെയ്യും. ആ സിൻ ഫ്ലാഗ് 0 ആണെങ്കിൽ ഇറ്റ് ഹാസ് ടു വെയിറ്റ് അഗെയിൻ, വീണ്ടും അതിനെ പോൾ ചെയ്യും. അങ്ങനെ എന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എപ്പോഴും അത് റിപ്പീറ്റഡ്ലി ടെസ്റ്റ് ദി ഡിവൈസ് സ്റ്റാറ്റസ്. ഡ്യൂറിങ് ദ പീരീഡ് ദ പ്രോസസ്സർ ഈസ് നോട്ട് പെർഫോമിങ് എനി യൂസ്ഫുൾ കമ്പ്യൂട്ടേഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ആ പ്രോസസ്സറിൻ്റെ സമയം വെറുതെ കളയാണ്. അപ്പോൾ ആ സമയത്ത് പ്രോസസ്സറിന് എന്തോ ചെയ്യാൻ പറ്റും, മറ്റ് യൂസ്ഫുൾ ടാസ്കുകളിൽ പ്രോസസ്സറിനെ എൻഗേജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളന്ന് ക്ലാസ്സിൽ ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അപ്പം അത് നിങ്ങൾ ഓർത്താൽ മതി. അപ്പം ഡ്യൂറിങ് ദ പീരീഡ് ദ പ്രോസസ്സർ ഈസ് നോട്ട് പെർഫോമിങ് എനി യൂസ്ഫുൾ കമ്പ്യൂട്ടേഷൻ. However, in many situations
അതർ ടാസ്ക് ക്യാൻ ബി പെർഫോംഡ് വൈൽ വെയിറ്റിംഗ് ഫോർ ആൻ IO ഡിവൈസ് ടു ബിക്കം റെഡി അല്ലേ. അപ്പോൾ അത്രയും സമയം പ്രോസസ്സർ ഇങ്ങനെ പോൾ ചെയ്യുക, പിന്നെ വെയിറ്റ് ചെയ്യുക, പിന്നെയും പോൾ ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് പ്രോസസ്സറിന് എന്തോ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റ് ടാസ്കുകളിൽ പ്രോസസ്സറിന് എൻഗേജ് ചെയ്യാൻ പറ്റും. ആൻ ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് വുഡ് ബി ഫോർ IO ഡിവൈസസ് ടു അലേർട്ട് ദ പ്രോസസ്സർ വെൻ ഇറ്റ് ബിക്കംസ് റെഡി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ IO ഡിവൈസ് റെഡി ആകുന്ന സമയത്ത് എന്തോ ചെയ്യുന്നു, പ്രോസസ്സറിന് ഒരു അലേർട്ട് കൊടുക്കുന്നു, ഞാൻ റെഡിയാണ്, ഇപ്പം എൻ്റെ സർവീസ് യൂസ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പം അല്ലാതെ എപ്പോഴും പോയി പ്രോസസ്സർ ഇങ്ങനെ പോൾ ചെയ്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാനിപ്പം അന്ന് ക്ലാസ് ഞാൻ പറഞ്ഞ ഫർസാനയ്ക്ക് ഞാനൊരു ജോബ് കൊടുക്കുന്നു, എന്നിട്ട് ഫർസാനയോട് അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഇപ്പോൾ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഞാനത് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്ക് ആ സമയത്ത് മറ്റ് എൻ്റെ ജോലികളിൽ എൻഗേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫർസാൻ ആ ജോലി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നെ അറിയിക്കും, മിസ്സേ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തെന്ന്. അതായിരുന്നു ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിൾ. അതുപോലെ തന്നെ ആൻ ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് വുഡ് ബി ഫോർ ദ IO ഡിവൈസസ് ടു അലേർട്ട് ദ പ്രോസസ്സർ വെൻ ഇറ്റ് ബിക്കംസ് റെഡി. അതായത് ആ IO ഡിവൈസസ് റെഡി ആകുന്ന സമയത്ത് ഇറ്റ് വിൽ സെൻഡ് ആൻ അലേർട്ട് ടു ദി പ്രോസസ്സർ. ഡു സോ ബൈ സെൻഡിങ് എ ഹാർഡ്വെയർ സിഗ്നൽ കോൾഡ് ആൻ ഇൻട്രപ്റ്റ് ടു ദ പ്രോസസ്സർ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഇനിഷ്യേറ്റിംഗ് എ ഹാർഡ്വെയർ സിഗ്നൽ ദാറ്റ് സിഗ്നൽ ഈസ് നോൺ ആസ് ഇൻട്രപ്റ്റ് ടു ദി പ്രോസസ്സർ. ഓക്കെ, at least one of the bus control lines called the interrupt request line is dedicated for this purpose. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നെ ലൈൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ലൈൻസിൽ വൺ ലൈൻ ഈസ് സ്പെസിഫിക്കലി ഡെഡിക്കേറ്റഡ് ഫോർ ദിസ് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. ഈ ഇൻട്രപ്റ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ബസ്സിനകത്തെ കൺട്രോൾ ലൈൻസിൽ ഒരു ലൈന് ഈ ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Since the processor is no longer required to continuously check the status of the external device, it can use the waiting period to perform the other useful function. അതപ്പം ഓരോ തവണയും കണ്ടിന്യൂസ്ലി സ്റ്റാറ്റസ് എക്സ്റ്റേണൽ ഡിവൈസിൻ്റെ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് പ്രോസസ്സർ ക്യാൻ യൂസ് ദ വെയിറ്റിംഗ് പീരീഡ് ടു സം അതർ യൂസ്ഫുൾ ടാസ്ക്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് എന്തോ ചെയ്യുന്നു, പ്രോസസ്സറിന് അറ്റ് ദ സെയിം ടൈം പ്രോസസ്സർ ക്യാൻ എൻഗേജ് ഇൻ സം അതർ യൂസ്ഫുൾ ടാസ്ക്. അതുപോലെ തന്നെ നമുക്ക് ആ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും പറ്റുന്നു, കാരണം അത് വേറൊരു ടാസ്കിൽ എൻഗേജ് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 2 പ്രോഗ്രാമുണ്ട്. കമ്പ്യൂട്ട് എന്ന് പറയുന്ന ഒരു റുട്ടീനും ഉണ്ട്, പ്രിൻറ്റ് റുട്ടീനും ഉണ്ട്. ഈ കമ്പ്യൂട്ട് റുട്ടീനകത്ത് N ലൈൻസ് പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രിൻ്ററിലോട്ട് അത് കൊടുക്കണം, പ്രിൻ്ററിനോട് അത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് പറയണം. അത് കഴിഞ്ഞ് ഇങ്ങനെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓരോ പ്രോസസ്സ് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു, ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനകത്ത് N ലൈൻസ് ഉണ്ട് പ്രിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പക്ഷേ പ്രിൻ്ററിന് അറ്റ് എ ടൈം ഒരു ലൈൻ മാത്രമേ പ്രിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ലൈൻ പ്രിൻറ്റ് ചെയ്യുന്നിടം വരെ പ്രോസസ്സറിന് അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോസസ്സർ അടുത്ത ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണോ ആ പ്രിൻ്റർ അതിൻ്റെ പ്രിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്യുന്നത് അത് പ്രോസസ്സറെ അറിയിക്കുക. അപ്പോൾ പ്രോസസ്സർ എന്തോ ചെയ്യുന്നു, അതിൻ്റെ സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ പ്രിൻ്റർ അതിനകത്ത് എൻഗേജ് ആയിരിക്കും. അത് കഴിയുമ്പോൾ പ്രോസസ്സർ വന്ന് വീണ്ടും നെക്സ്റ്റ് അതിൻ്റെ ഇൻസ്ട്രക്ഷന് എക്സിക്യൂട്ട് ചെയ്യും. പ്രോസസ്സർ പ്രിൻ്ററിലോട്ട് കൺട്രോൾ കൊടുത്തിട്ട് പിന്നെ പ്രിൻ്റർ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ചെയ്യുന്നു, പ്രോസസ്സർ തിരിച്ച് വന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ സമയത്ത് എപ്പോഴാണോ പ്രിൻ്റർ നെക്സ്റ്റ് ലൈൻ പ്രിൻറ്റ് ചെയ്ത് കഴിയുന്നു അത് അടുത്ത നെക്സ്റ്റ് ലൈനിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ N ലൈൻസിൻ്റെ പ്രിൻറ്റിങ് പ്രിൻ്റർ പൂർത്തിയാക്കുന്നു. ഇവിടെ നോക്കിയാൽ പ്രോസസ്സർ ഈസ് എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ ലൊക്കേറ്റഡ് അറ്റ് ദ അഡ്രസ് I വെൻ ആൻ ഇൻട്രപ്റ്റ് ഒക്കേഴ്സ്. അപ്പോൾ ഇവിടെ 1 by 1 ആയിട്ട് പ്രോസസ്സർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് പല ഔട്ട്പുട്ടുകളും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് N നമ്പർ ഓഫ് ലൈൻസ് ഇപ്പം ജനറേറ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് അത്രയും ലൈൻസ് പ്രിൻറ്റ് ചെയ്യാൻ പ്രിൻ്ററിനോട് റിക്വസ്റ്റ് കൊടുത്തായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റർ ആ സമയത്ത് വേറെ ഏതെങ്കിലും വർക്കിലായിരിക്കും. അപ്പോൾ പ്രിൻ്റർ എന്തോ ചെയ്യുന്നു, ith ഇൻസ്ട്രക്ഷൻ വന്നപ്പോൾ പ്രിൻ്റർ പ്രോസസ്സറിന് ഇൻട്രപ്റ്റ് കൊടുത്തു. നൗ ഐ ആം റെഡി ഫോർ പ്രിൻറ്റിങ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല പറയുന്നത്, ഞാനങ്ങ് പറയുക. The processor is executing the instruction located at the address I when an interrupt occurs. Routine executed in response to the interrupt request is called interrupt service routine. അപ്പോൾ എന്തോ ചെയ്യുന്നു,
പ്രോസസ്സർ ith ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഈ പ്രിൻ്റർ ഇതിൻ്റെ റിക്വസ്റ്റ് പ്രോസസ്സറിന് കൊടുക്കുന്നത്. അപ്പം പ്രോസസ്സർ എന്തോ ചെയ്യുന്നു, ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നിന്ന് കൺട്രോൾ പ്രിൻറ്റ് റുട്ടീനിലോട്ട് സ്വിച്ച് ചെയ്യണം. എന്നിട്ട് ഈ പ്രിൻറ്റ് റുട്ടീനിൽ ആ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യേണ്ട സംഭവത്തിനെയാണ് പറയുന്നത് ഇൻട്രപ്റ്റ് സർവീസ് സബ് റുട്ടീൻ എന്ന് പറയും. ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീനാണ് ISR എന്ന് പറയും, ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ. When an interrupt occurs, the control must be transferred to the interrupt service routine. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്രോസസ്സർ ith ഇൻസ്ട്രക്ഷൻ വരെ എക്സിക്യൂട്ട് ചെയ്തു. നമുക്കറിയാം ഒബ്വിയസ്ലി ith ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൺട്രോളിൻ്റെ പ്രോഗ്രാം കൗണ്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് i+1 ആയിരിക്കും. അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് ടു ബി എക്സിക്യൂട്ടഡ് അതായിരിക്കും പ്രോഗ്രാം കൗണ്ടറിലെ വാല്യൂ. പിന്നെ അതുപോലെ ഇതിൻ്റെ അകത്ത് പല ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും, അതൊക്കെ രജിസ്റ്റേഴ്സിലുണ്ടായിരിക്കും. പിന്നെ പല സ്റ്റാറ്റസ് ഫ്ലാഗ് കണ്ടീഷണൽ കോഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പല റിസൾട്ട്സിൻ്റെയും ഔട്ട്പുട്ടായിട്ട് പല സ്റ്റാറ്റസ് ഫ്ലാഗുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സമയത്താണ് ഇൻട്രപ്റ്റ് ഇവിടെ വന്ന് പ്രിൻ്ററിൽ നിന്നുള്ള ഇൻട്രപ്റ്റ് ഇവിടെ വന്നിട്ട് ith ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഇൻട്രപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ പ്രോസസ്സർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ ആ ith ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ PCയുടെ കണ്ടൻറ് ഉണ്ടല്ലോ i+1, ആ i+1ഉം പിന്നെ അതുപോലെ ഈ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് വെച്ചിരിക്കുന്ന ചില മിനിമലായിട്ടുള്ള ഇൻഫർമേഷനെ അത് സ്റ്റോർ ചെയ്ത് വെക്കത്തുള്ളൂ. ആ രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻസും പിന്നെ സ്റ്റാറ്റസ് ഫ്ലാഗിൻ്റെ ഔട്ട്പുട്ടുകളും എന്തോ ചെയ്യുന്നു, ഒരു പ്രോസസ്സർ സ്റ്റാക്കിലോട്ട് അത് സേവ് അത് കാരണം അത് തിരിച്ചു വന്നിട്ട് ഈ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പ്രോസസ്സ് അതിന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഒരു പ്രോസസ്സർ സ്റ്റാക്കിലോട്ട് സേവ് ചെയ്തിട്ട് കൺട്രോൾ നേരെ എന്തോ ചെയ്യുന്നു, ഈ പ്രിൻറ്റ് റുട്ടീനിനോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇൻട്രപ്റ്റിന് റെസ്പോണ്ടായിട്ട് എന്തോ ചെയ്യുന്നു, ഈ ഇൻട്രപ്റ്റ് സർവീസ് സബ് റുട്ടീന് എന്ത് ചെയ്യുന്നു, പ്രോസസ്സറിന് എക്സിക്യൂട്ട് ചെയ്യണം. ഇവിടെ നോക്കി processor is executing the instruction located at the address I when an interrupt occurs. Routine executed in response to an interrupt request is called interrupt service routine. When an interrupt occurs, the control must be transferred to the interrupt service routine. But before transferring the control, the current content of the PC, that is i+1, must be saved in a known location. This will enable the return from interrupt instruction to resume the execution at i+1. ഏത് ISR എടുത്താലും, അതായത് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ എടുത്താൽ അതിൻ്റെ ലാസ്റ്റിൽ റിട്ടേൺ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്നത് അത് പ്രോസസ്സർ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ PCയുടെ നമ്മളത് പിന്നെ ഇവിടെ നിന്ന് സ്വിച്ച് ചെയ്തപ്പോൾ ആ PCയുടെ കണ്ടൻറ്റ് എന്താണോ ആ അഡ്രസ്സ് ആയിരിക്കും റിട്ടേൺ വിളിക്കുമ്പോൾ ആ അഡ്രസ്സ് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ PCയുടെ കണ്ടൻറ്റ് പ്രോസസ്സർ സ്റ്റാക്കിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. This will enable the return from interrupt request to interrupt instruction to resume the execution at i+1. Return address or the content of the PC are usually stored on the processor stack. When the processor is handling the interrupt, it must inform the device that its request has been recognized so that it removes the interrupt request signal. അപ്പം ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഡിവൈസസിനെ പ്രോസസ്സർ അറിയിക്കണം, ആ ഒരു റിക്വസ്റ്റ് റെക്കഗ്നൈസ് ചെയ്തു ഇനി അതിൻ്റെ സർവീസ് എടുക്കുന്നതായിരിക്കുമെന്ന്. അങ്ങനെ തിരിച്ച് പ്രോസസ്സർ IO ഡിവൈസിന് കൊടുക്കുന്ന ആ ഒരു കൺട്രോൾ സിഗ്നലിന് പറയുന്നതാണ് ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ. ഇത് നമ്മുടെ കൺട്രോൾ ലൈൻസിലെ ഒരു ലൈനാണ് നമ്മൾ ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ദാറ്റ് സിഗ്നൽ ഈസ് നോൺ ആസ് ഇൻട്രപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ. The task of saving and restoring the information can be done automatically by the processor. അപ്പോൾ ith ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇൻട്രപ്റ്റ് വന്നത്. ith ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് PCയുടെ കണ്ടൻറ്റും എന്തെങ്കിലും രജിസ്റ്റേഴ്സിൻ്റെ ആവശ്യമുള്ള രജിസ്റ്റേഴ്സിൻ്റെ കണ്ടൻറ്റും പിന്നെ അതുപോലെ കണ്ടീഷണൽ കോഡ്സ് സ്റ്റാറ്റസ് ഫ്ലാഗ്സിൻ്റെ കണ്ടൻറ്റും ഒക്കെ പ്രോസസ്സർ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്തിട്ടാണ് അത് ISRലോട്ട് സ്വിച്ച് ചെയ്യുന്നത്. The processor saves the content of the program counter, conditional code flags and the processor registers. That is, it saves only the minimal amount of information to maintain the integrity of the program execution. Saving and restoring registers also increases execution time and the delay between the time an interrupt request is received and the start of the execution of the ISR. അപ്പം ഒത്തിരി ഇൻഫർമേഷൻ ഒന്നും നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകരുത്. മിനിമൽ നമുക്കിനി അത് കണ്ടിന്യൂ ചെയ്യാനുള്ള മിനിമൽ ഇൻഫർമേഷൻ മാത്രം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടാണ് പ്രോസസ്സർ കൺട്രോള് പ്രിൻറ്റ് റൂട്ടീനിലോട്ട് അതിൻ്റെ ISRലോട്ട് സ്വിച്ച് ചെയ്യുന്നത്.
അപ്പം അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് വന്നിട്ട് അത് ISRൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ഡിലേ വരും. അപ്പോൾ റിക്വസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അക്നോളജ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം. ISR ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ എടുക്കുന്ന ഡിലേ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി മിനിമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദിസ് ഡിലേ ഈസ് കോൾഡ് ഇൻട്രപ്റ്റ് ലാറ്റൻസി. അതായത് ഒരു ഇൻട്രപ്റ്റ്, ദ ഡിലേ ബിറ്റ്വീൻ ദ ടൈം ദ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഈസ് റിസീവ്ഡ് ആൻഡ് ദ സ്റ്റാർട്ട് ഓഫ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ, ദിസ് ഡിലേ ഈസ് നോൺ ആസ് ഇൻട്രപ്റ്റ് ലാറ്റൻസി. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻട്രപ്റ്റ് ലാറ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇൻട്രപ്റ്റിൻ്റെ ഹാർഡ്വെയർ നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് ഒരു ഇവിടെ നോക്കിയേ, ഇത് പ്രോസസ്സറിലോട്ട് എന്താണ് പല IO ഡിവൈസസുകളിലും ഈ ഇൻട്രപ്റ്റ് ലൈനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നോക്കിയേ, സിംഗിൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ മേ ബി യൂസ് ടു സെർവ് N ഡിവൈസസ്. ഓൾ ഡിവൈസസ് ആർ കണക്റ്റഡ് ടു ദ ലൈൻ വയ സ്വിച്ച് ടു ദ ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ഇൻട്രപ്റ്റ് ഹാർഡ്വെയർ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് എക്സാമിന് 3 മാർക്കിന് വല്ല 4 മാർക്കിന് വല്ല വരയ്ക്കാനായിട്ട് ചിലപ്പോൾ ചോദിക്കുക. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ സിംഗിൾ ലൈൻ N ഡിവൈസസ് പിന്നെ ഷെയർ ചെയ്തിരിക്കുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് ലോ സിഗ്നലാണ്. അതുകൊണ്ടാണ് INTR ബാർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടോ നോട്ട് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ടു റിക്വസ്റ്റ് ആൻ ഇൻട്രപ്റ്റ് ദ ഡിവൈസ് ക്ലോസസ് ഇറ്റ്സ് അസോസിയേറ്റഡ് സ്വിച്ച്, ദ വോൾട്ടേജ് ഓൺ INTR ലൈൻ ഡ്രോപ്സ് ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം സ്വിച്ച് വെച്ചിട്ടാണ് ഈ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഏതാണോ റിക്വസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആ സമയത്ത് അതിന് കറസ്പോണ്ടിങ് സ്വിച്ച് ക്ലോസ് ആവുന്നു. അപ്പോൾ ദാറ്റ് വോൾട്ടേജ് ഓൺ ദ INTR ലൈൻ ഡ്രോപ്സ് ടു 0. ഇഫ് ഓൾ ദി ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽസ് ആർ ആക്റ്റീവ്, all switches are inactive, all switches are open and the voltage on INTR line is equal to VDD എന്ന് പറഞ്ഞു. ശരിക്കും ഇതൊരു ലോ ആക്റ്റീവ് സിഗ്നലാണ്. അതാണിത് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സർക്യൂട്ട് നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ ഇത് ലോ ആക്റ്റീവ് സിഗ്നലാണെന്നും ഓർത്തിരിക്കുക. എല്ലാം സ്വിച്ചസ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ടു റിക്വസ്റ്റ് ആൻഡ് ഇൻട്രപ്റ്റ് ദ ഡിവൈസ് ക്ലോസസ് ദ അസോസിയേറ്റഡ് സ്വിച്ച് ആൻഡ് ദ വോൾട്ടേജ് ഓൺ ദി INTR ലൈൻ ഡ്രോപ്സ് ടു 0. അത് ഓർത്താൽ മതി. ഇനിയും നെക്സ്റ്റ് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത് ഇനേബിളിങ് ആൻഡ് ഡിസേബിളിങ് ഇൻട്രപ്റ്റ് എന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇൻട്രപ്റ്റ്സിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും പറ്റും എന്നുള്ളത് നോർമലി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനേബിളിങ് ആൻഡ് ഡിസേബിളിങ് ഇൻട്രപ്റ്റ്. Interrupts can be arrived at any time. They may alter the sequence of events to be performed. Hence, the interruption of the program execution must be carefully controlled എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഏത് സമയത്തും ഇൻട്രപ്റ്റ് വരാം. ഏത് ഓപ്പറേഷൻ്റെ ഇടയിൽ ഇൻട്രപ്റ്റ്സ് വരാം. അതായത് അതെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസിനെ ഓൾട്ടർ ചെയ്യും ഇൻട്രപ്റ്റ്. അതുകൊണ്ട് വി മസ്റ്റ് ഹാവ് ടു കൺട്രോൾ ദിസ് ഇൻട്രപ്റ്റ് കെയർഫുള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻട്രപ്റ്റ്സ് ക്യാൻ ബി അറൈവ്ഡ് അറ്റ് എനി ടൈം. ദേ മേ ഓൾട്ടർ ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ടു ബി പെർഫോം. ഹെൻസ് ദ ഇൻട്രപ്ഷൻ ഓഫ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ മസ്റ്റ് ബി കെയർഫുള്ളി കൺട്രോൾഡ്. Example, an interrupt request from the printer should be accepted only if there are output lines to be printed. Okay, അപ്പം ശരിക്കും പ്രിൻ്ററിൽ നിന്നുള്ള ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വരികയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രോസസ്സറിന് ലൈൻസ് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. ആഫ്റ്റർ പ്രിൻറ്റിംഗ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് സെറ്റ് ഓഫ് N lines, the interrupt should be disabled until another set becomes available for printing. അപ്പോൾ ശരിക്കും ഇവിടെ എന്താണ് പ്രോസസ്സർ ഹാസ് ടു പ്രിൻറ്റ് N നമ്പർ ഓഫ് ലൈൻസ് അല്ലേ. അപ്പോൾ ആ N നമ്പർ ഓഫ് ലൈൻസ് റെഡിയാണ്. ആഫ്റ്റർ ദാറ്റ് എന്താണ് പ്രോസസ്സർ അടുത്ത കമ്പ്യൂട്ടേഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പ്രിൻറ്ററിന് അറ്റ് എ ടൈം ഒരു ലൈൻ വെച്ചിട്ടേ പ്രിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഓരോ പ്രാവശ്യം ലൈൻ പ്രിൻറ്റ് ചെയ്തിട്ട് പ്രോസസ്സറിനെ അറിയിക്കും. പ്രോസസ്സർ അടുത്ത ലൈൻ കൊടുക്കും. അത് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സർ അടുത്ത ആക്ടിവിറ്റിയില്ല. അപ്പോൾ N ലൈൻസേ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ nth ലൈനും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രിൻ്റർ ഈ ഇൻട്രപ്റ്റ് റേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു ഇൻട്രപ്റ്റിനെ നമുക്ക് ഡിസേബിൾ ചെയ്യണം. ഓക്കെ, ഇനി വീണ്ടും എന്താണ് ഇൻട്രപ്റ്റ് കൊടുത്ത് പ്രോസസ്സറിനെ ശല്യം ചെയ്ത് പ്രോസസ്സറിന് മറ്റ് ചില വർക്കുകളിൽ പ്രോസസ്സർ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ വീണ്ടും ശല്യം ചെയ്യരുത്. പിന്നെ അതുപോലെ ഒരു IO ഡിവൈസിൻ്റെ ഇൻട്രപ്റ്റ് ISR പെർഫോം ചെയ്യുന്ന സമയത്ത് പ്രോസസ്സറിനെ മറ്റുള്ളവർ വന്നിങ്ങനെ ശല്യം ചെയ്ത് വീണ്ടും അവിടുന്ന് വീണ്ടും സ്വിച്ച് ചെയ്ത് അങ്ങനെ ഒരു നെസ്റ്റഡ് ISRലോട്ട് പോകരുത്. അപ്പം അങ്ങനെയൊക്കെയുള്ള പല സന്ദർഭങ്ങളിലും വി മസ്റ്റ് ഹാവ് ടു എനേബിൾ ആൻഡ് ഡിസേബിൾ ഇൻട്രപ്റ്റ്
എന്താണ് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്തു ചെയ്യണം, ആ ഒരു എക്സിക്യൂഷനെ നമുക്ക് എന്തു ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ വൺ സിമ്പിൾ വേ ഈസ് ടു പ്രൊവൈഡ് മെഷീൻ ഇൻസ്ട്രക്ഷൻ സജസ് ഇൻട്രപ്റ്റ് എനേബിൾ ആൻഡ് ഇൻട്രപ്റ്റ് ഡിസേബിൾ ഫോർ ദിസ് പേർപ്പസ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് വന്നിട്ടുള്ളതായിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 2 ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നു, ഇൻട്രപ്റ്റ് എനേബിൾ ആൻഡ് ഇൻട്രപ്റ്റ് ഡിസേബിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, there are 3 mechanisms to solve the problem of infinite loop which occurs due to the successive interruption of active INTR signal. The following are the typical scenario. അതായത് ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിഗ്നൽ എപ്പോഴും ആക്റ്റീവായിട്ട്, അതായത് ISR കംപ്ലീറ്റ് ആകുന്നതിന് വരെ ആ സിഗ്നൽ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കും, ആ ഒരു IO ഡിവൈസ് റേസ് ചെയ്യുന്ന സിഗ്നൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ISR പിന്നെ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ ഡിവൈസസ് തന്നെ സക്സസീവ് ഇൻട്രപ്ഷൻ നമ്മുടെ പ്രോസസ്സറിന് കൊടുക്കുകയും ചെയ്യരുത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ ഒരു ഇൻട്രപ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യണം. ആൻഡ് അതിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് ത്രൂ EI ആൻഡ് DI ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ ISR. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമുക്കറിയാമല്ലോ ith ഇൻസ്ട്രക്ഷനിൽ വെച്ചിട്ട് പ്രോസസ്സറിനെ പ്രിൻ്റർ റിക്വസ്റ്റ് കൊടുത്തു. ആ ith ഇൻസ്ട്രക്ഷനിൽ ഇൻട്രപ്റ്റ് വരുമ്പോൾ ith ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് PCയുടെ കണ്ടൻറ്റും സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റും ഒക്കെ പ്രോസസ്സർ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്തിട്ട് പ്രോസസ്സർ എന്തോ ചെയ്യുന്നു, അതിൻ്റെ കൺട്രോൾ ISRന് പ്രിൻ്ററിൻ്റെ ISRലോട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ അതിനെടുക്കുന്ന ഡിലേ ആണല്ലോ നമ്മൾ ഇൻട്രപ്റ്റ് ലാറ്റൻസി എന്ന് പറയുന്നത്. ആ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ചെയ്തിട്ട് ഈ ISR പ്രിൻ്ററിൻ്റെ ISR എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോസസ്സറിനെ വേറൊന്നും ഇനിയും എന്താണ് വേറൊരു ഇൻട്രപ്റ്റും പ്രോസസ്സറിലോട്ട് വരരുത്. അപ്പോൾ എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ISRൻ്റെ ഫസ്റ്റ് ലൈൻ നമ്മൾ എന്തോ ചെയ്യുന്നു, ഇൻട്രപ്റ്റ് ഡിസേബിൾ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് വെക്കുന്നു, ഇൻട്രപ്റ്റ് ഡിസേബിൾ. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രോസസ്സറിൻ്റെ ഇൻട്രപ്റ്റ് ഇപ്പം ഡിസേബിൾ ആണ്, ഇനി പ്രോസസ്സറിലോട്ട് യാതൊരു ഇൻട്രപ്റ്റും വരത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്, ദ അറൈവൽ ഓഫ് ആൻ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ഫ്രം ദ എക്സ്റ്റേണൽ ഡിവൈസ് കോസസ് ദ പ്രോസസ്സർ ടു സസ്പെൻഡ് ദ എക്സിക്യൂഷൻ ഓഫ് വൺ പ്രോഗ്രാം, അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാം സസ്പെൻഡ് ചെയ്തു, ആൻഡ് സ്റ്റാർട്ട് ദ എക്സിക്യൂഷൻ ഓഫ് അനദർ because the interrupt may alter the sequence of events to be executed, so it must be controlled carefully. By using the DI as the first instruction in the ISR, അതായത് ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീനിലെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താക്കി വെക്കുന്നു, ഡിസേബിൾ ഇൻട്രപ്റ്റ് ആക്കി വെക്കുന്നു, ദാറ്റ് ഈസ് DI. The programmer can ensure that no further interruptions will occur until an IE signal is executed. അതായത് ഈ ISRൻ്റെ ലാസ്റ്റ് സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, IE സിഗ്നൽ ആയിരിക്കും. അതായത് IE സിഗ്നൽ കഴിഞ്ഞിട്ടാണ് IE സിഗ്നൽ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ റിട്ടേൺ വിളിച്ച് കഴിയുമ്പോൾ എവിടെ നിന്നാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അതിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ തൊട്ട് എക്സിക്യൂഷൻ റെസ്യൂം ചെയ്യുക ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തോ ചെയ്യുന്നു, അപ്പോൾ ഇത്രയും ഓർത്താൽ മതി, ബൈ യൂസിങ് ദ DI ആസ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ ISR, ദ പ്രോഗ്രാമർ ക്യാൻ എൻഷുർ ദാറ്റ് നോ ഫർദർ ഇൻട്രപ്ഷൻസ് വിൽ ബി ഒക്കർ അണ്ടിൽ ആൻ IE സിഗ്നൽ ഈസ് എക്സിക്യൂട്ട്. അപ്പോൾ ഈ ISRൻ്റെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ DI എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, ഡിസേബിൾ ഇൻട്രപ്റ്റ്, അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇനിയും പ്രോസസ്സറിലോട്ട് വേറെ ഇൻട്രപ്റ്റുകളൊന്നും വരത്തില്ല അണ്ടിൽ ആൻ IE സിഗ്നൽ ഈസ് എക്സിക്യൂട്ടഡ്. എപ്പോഴാണോ ഈ ഇൻട്രപ്റ്റ് ഇനേബിൾ എന്ന് പറയുന്ന ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതുവരെ എന്ത് ചെയ്യുന്നു, IE ഇൻസ്ട്രക്ഷനാണ് കേട്ടോ, IE ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്, അതുവരെ എന്തു ചെയ്യത്തില്ല, ഇതിനകത്ത് പ്രോസസ്സറിലോട്ട് വേറെ സക്സസീവ് ഇൻട്രപ്ഷൻസ് ഒന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ എന്താണ്, ആ 2 ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ച് ISRലെ 2 ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് ഈ ഇൻട്രപ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്, അതാണ് ഇതിനകത്ത് ഫസ്റ്റ് മെത്തേഡ്. Typically, the interrupt enable instruction will be the last instruction in the interrupt service routine before the return from interrupt instruction. നമുക്കറിയാമല്ലോ നമ്മുടെ ശരിക്കും ISRലെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ്റെ മുകളിലായിട്ടായിരിക്കും നമ്മൾ ഇൻട്രപ്റ്റ് എനേബിൾ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ അത് നേരെ പ്രോസസ്സറിലോട്ട് റിട്ടേൺ ചെയ്യുന്നു. ഇനി പ്രോസസ്സറിന് മറ്റുള്ളതിൽ നിന്നോ പ്രിൻ്ററിൽ നിന്നോ ഒക്കെയുള്ള ഇൻട്രപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. The processor must guarantee that the execution of the return from interrupt instruction is completed before further interruptions can occur. അപ്പോൾ പ്രോസസ്സർ ഇത് ഗ്യാരണ്ടി ചെയ്യണം, കാരണം അതായത് IE ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് റിട്ടേൺ വിളിക്കുന്നത്. ആ റിട്ടേൺ വിളിക്കുന്നതിനിടയിൽ ഒരു ഇൻട്രപ്റ്റും വരാതെ നോക്കണം. പെട്ടെന്ന് റിട്ടേൺ വിളിച്ച് എന്താ ചെയ്യണം, അത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിന്ന് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം, ദാറ്റ് ഈസ് I+1.
ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇൻട്രപ്റ്റിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ DI ഇൻസ്ട്രക്ഷനും ഇൻസ്ട്രക്ഷന് ISR തന്നെ കൊടുത്തുകൊണ്ട് വി ക്യാൻ കൺട്രോൾ ദി എന്താണ് സക്സസീവ് ഇൻട്രപ്ഷൻ. ഓക്കെ, ദ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ദിസ് പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ സെക്കൻഡ് ഓപ്ഷൻ ദ പ്രോസസ്സർ ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ദി ഇൻട്രപ്റ്റ്സ് ബിഫോർ സ്റ്റാർട്ടിങ് ദി എക്സിക്യൂഷൻ ഓഫ് ദ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ. അതായത് പ്രോസസ്സറിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് എല്ലാത്തിനും സ്റ്റാറ്റസ് രജിസ്റ്ററും കൺട്രോൾ രജിസ്റ്ററും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പ്രോസസ്സറിൻ്റെ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് എന്ന് പറയുന്ന ഒരു ബിറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഇൻട്രപ്റ്റ് ഇനേബിൾ എന്ന് പറയുന്ന ബിറ്റ്. അതെന്തോ ചെയ്യും, ഒരു ഇൻട്രപ്റ്റ് വന്നിട്ട് അതിൻ്റെ ISR എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ബിറ്റ് പ്രോസസ്സർ 0 ആക്കി വയ്ക്കുക. അതായത് ഇൻട്രപ്റ്റ് ഇനേബിൾ ഇപ്പോൾ 0 ആണ്, കാരണം പ്രോസസ്സർ ഇപ്പം വേറൊരു ഇൻട്രപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ബിറ്റ് 0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ സെക്കൻഡ് ഓപ്ഷൻ ദ പ്രോസസ്സർ ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ദ ഇൻട്രപ്റ്റ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ഇൻട്രപ്റ്റ് സർവീസ് റുട്ടീൻ. After saving the content of PC and the processor status register on the stack, the processor performs the equivalent of executing an interrupt disable instruction. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞിട്ട് പ്രോസസ്സറിന് അവിടോട്ട് സ്വിച്ച് ചെയ്യേണ്ടി. അപ്പോൾ ബിഫോർ ദാറ്റ് ഇറ്റ് ഹാസ് ടു സ്റ്റോർ ദ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ, പിന്നെ അതുപോലെ സ്റ്റാറ്റസ് രജിസ്റ്റർ വാല്യൂസ് അതൊക്കെ സ്റ്റോർ ചെയ്യണം അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്തോ ചെയ്യുന്നു, ആ സമയത്ത് ഇത് പെർഫോംസ് ആൻ ഇക്വലൻ്റ് ഓഫ് എക്സിക്യൂട്ടിങ് ആൻ ഇൻട്രപ്റ്റ് ഡിസേബിൾ ഇൻസ്ട്രക്ഷൻ. അതായത് മറ്റേ അടുത്ത റുട്ടീനകത്ത് നമ്മൾ ആദ്യം DI ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തില്ലേ, അതുപോലെ ഇത് വേറൊരു കാര്യം ചെയ്യും. ഇൻട്രപ്റ്റ്സ് ആർ ഡിസേബിൾഡ് ബൈ ചേഞ്ചിങ് ദ കൺട്രോൾ ബിറ്റ് കോൾഡ് ഇൻട്രപ്റ്റ് ഇനേബിൾ. അതായത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള ബിറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് അത് എന്താണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻ ദി പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ bit in the processor stat register indicates whether the interrupts are enabled or disabled. After accepting the interrupt request, processor set bit to 0 to block further interruption. When returned from ISR, bit will be again set to 1 for accepting the interrupt request. അപ്പോൾ ഇത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. മറ്റേതിനകത്താണ് ISRൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡിസേബിൾ ഇൻട്രപ്റ്റും ലാസ്റ്റ് അത് റിട്ടേണിന് മുൻപുള്ള ഇൻസ്ട്രക്ഷൻ എന്താണ് എനേബിൾ ഇൻസ്ട്രക്ഷനുമാണ് നമ്മൾ വെച്ചിരുന്നത്. അത് റിട്ടേണിന് മുമ്പ് നമ്മൾ വെക്കണം. റിട്ടേൺ കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ അടിച്ചങ്ങ് I+1 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനേബിൾ അവിടെ കോൾ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇനേബിൾ വിളിച്ചിട്ട് നമ്മൾ റിട്ടേൺ ഫ്രം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കോൾ ചെയ്യുന്നു. ഇവിടെ അതിന് പകരമായിട്ട് ഒരു ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ISRലോട്ട് സ്വിച്ച് ചെയ്യുന്നതിന് മുമ്പ് എന്തോ ചെയ്യുന്നു, സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തെ ബിറ്റ് അത് 0 ആക്കി സെറ്റ് ചെയ്യുന്നു. അതായത് ദാറ്റ് ഇസ് ഫോർ ബ്ലോക്കിംഗ് ദ ഫെർദർ ഇൻട്രപ്ഷൻ. ഓക്കെ, എന്നിട്ട് whenever it completes the ISR execution, ആ സമയത്ത് എന്തോ ചെയ്യുന്നു, തിരിച്ചു വന്നിട്ട് എന്താ ബിറ്റ് അത് അഗെയിൻ 0 ആക്കി സെറ്റ് ചെയ്യുന്നു ഫോർ അക്സെപ്റ്റിംഗ് ദി ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് അഗെയിൻ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദ സെക്കൻഡ് മെത്തേഡ് ദാറ്റ് ഈസ് ത്രൂ പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ. ദ തേർഡ് വൺ ഈസ് ത്രൂ എഡ്ജ് ട്രിഗേർഡ് IRQ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് മെത്തേഡിലൊന്നുമില്ല. ഇവിടെ ഒരു സ്പെഷ്യൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് ലൈൻ ഉണ്ട്. അതെന്ന് പറയുന്നത് എഡ്ജ് ട്രിഗേർഡ് IRQ ലൈനാണ്. ഇൻ ദ തേർഡ് ഓപ്ഷൻ the processor has a special interrupt request line for which the interrupt handling circuit responds only to the leading edge of the signal. Such line is said to be edge triggered. In this case, the processor will receive only one request regardless of how long the line is activated. അതായത് ഒരു എന്താണ് അത് എഡ്ജ് ട്രിഗേർഡ് ആണ്. അതായത് അതിൻ്റെ ലീഡിങ് എഡ്ജിൽ മാത്രമേ അത് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു IO ഡിവൈസ് പിന്നെ ഇതിനകത്ത് സ്പെഷ്യൽ സിഗ്നലാണ് എഡ്ജ് ട്രിഗേർഡ് സിഗ്നൽ എന്ന് പറയുന്നത്. IO ഡിവൈസ് ഇൻട്രപ്റ്റ് റേസ് ചെയ്ത് ആ ഒരു പിന്നെ എന്താ പറയുന്നത് സിഗ്നൽ എത്രത്തോളം ആക്റ്റീവായിട്ട് നിൽക്കുന്നു, അതായത് ISRൻ്റെ ഫുൾ എക്സിക്യൂഷൻ ചെയ്തിട്ട് അത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് അതിലോട്ട് മറ്റ് ഇൻട്രപ്ഷൻസ് ഒന്നും തന്നെ വരത്തില്ല. അത് പിന്നെ അടുത്ത എഡ്ജിലോട്ട് പോകുന്ന സമയത്ത് മാത്രമേ ലീഡിങ് എഡ്ജിൽ നിന്ന് അടുത്ത എഡ്ജിലോട്ട് പോകുന്ന സമയത്ത് അപ്പം ഈ ISR കംപ്ലീറ്റ് പെർഫോം ചെയ്ത് കഴിയുന്നിടം വരെ അത് ലീഡിങ് എഡ്ജിലായിരിക്കും. ആ സമയത്ത് പ്രോസസ്സറിന് വേറൊരു IO ഡിവൈസസിനും ഇൻട്രപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ IRQ ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ദാറ്റ് ലൈൻ ഈസ് നോൺ ആസ് എഡ്ജ് ട്രിഗേർഡ് IRQ ലൈൻ. ഓക്കെ, അങ്ങനെയാണ് ഇതിനകത്ത് 3 മെത്തേഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത്
പിന്നെ ലാസ്റ്റിലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എ പാർട്ടിലും ബി പാർട്ടിലും ഒക്കെ ചോദിക്കും. സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ഫ്രം എ സിംഗിൾ ഡിവൈസ്. ഒരു സിംഗിൾ ഡിവൈസിൽ നിന്ന് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വരികയാണെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് പ്രോസസ്സർ ചെയ്യുന്നത്. സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഹാൻഡ്ലിംഗ് ആൻഡ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ഫ്രം എ സിംഗിൾ ഡിവൈസ്. ഓക്കെ, ഒരു ഇൻറ്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രൊസീജിയർ എന്തൊക്കെ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ഫസ്റ്റ് എന്തോ ചെയ്യുന്നത്, ദ ഡിവൈസ് റേസസ് ആൻഡ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്. ഡിവൈസ് റേസസ് ആൻഡ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ്. ദ പ്രോസസ്സർ ഇൻറ്ററപ്റ്റ്സ് പ്രോഗ്രാം കറൻ്റ്ലി എക്സിക്യൂട്ടഡ്. അപ്പോൾ ഇപ്പം ആദ്യം കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെങ്കിൽ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ വെച്ചായിരുന്നു ഇൻറ്ററപ്റ്റ് വന്നതെങ്കിൽ അതെന്തോ ചെയ്യുന്നു, പ്രോസസ്സർ ഇൻറ്ററപ്റ്റ്സ് പ്രോഗ്രാം കറൻ്റ്ലി ബീങ് എക്സിക്യൂട്ട്. അത് അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് പ്രോസസ്സർ ആ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുന്നു. ഫർദർ ദ ഇൻറ്ററപ്റ്റ്സ് ആർ ഡിസേബിൾഡ് ബൈ ചേഞ്ചിങ് ദ കൺട്രോൾ ബിറ്റ്സ് ഇൻ ദ പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റർ. അപ്പോൾ നമ്മളിപ്പം സെക്കൻഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഫർദർ ഇൻറ്ററപ്ഷൻ ഒന്നും ഉണ്ടാകരുത്. അപ്പോൾ പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്തുള്ള ഐ ബിറ്റ് എന്തോ ചെയ്യുന്നു, 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ഇനിഷ്യലി അത് 1 ആയിരുന്നു. 1 ആയതുകൊണ്ടാണല്ലോ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് വന്നത്. ഇൻറ്ററപ്റ്റ് എനേബിൾ ആയിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ എന്തോ ചെയ്യുന്നു, 0 ആക്കി സെറ്റ് ചെയ്യുന്നു. ദ ഡിവൈസ് ഈസ് ഇൻഫോം ദാറ്റ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ്. അപ്പം എന്താണ്, ഡിവൈസിന് ഇൻഫോം ചെയ്യണം അതിൻ്റെ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് എന്താ ചെയ്യുന്നത്, റെക്കഗ്നൈസ് ചെയ്തെന്ന്. അതിനുവേണ്ടി ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നലാണ് പ്രോസസ്സർ തിരിച്ചു കൊടുക്കുന്നത്. ആൻഡ് ഇൻ റെസ്പോൺസ് ദ ഡിവൈസ് ഡീആക്ടിവേറ്റ്സ് ദി ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽ. അപ്പോൾ ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ എന്തോ ചെയ്യുന്നു, ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് സിഗ്നൽ അത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ ദ പി സി ഈസ് ലോഡഡ് വിത്ത് ദി സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ISR. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പം ഇപ്പോൾ ഓൾറെഡി ഉള്ള പി സിയുടെ കണ്ടൻറ്റ് നമ്മൾ എവിടോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു, പ്രോസസ്സർ സ്റ്റാക്കിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചായിരുന്നു. കാരണം തിരിച്ചു വരുമ്പോൾ റിട്ടേൺ വിളിച്ചു കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ആ കണ്ടൻറ്റ് വെച്ചിട്ടല്ലേ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത പ്രോഗ്രാം റെസ്യൂം ചെയ്യാനായിട്ട്. എന്നിട്ട് ഇപ്പം പി സിയുടെ കണ്ടൻറ്റായിട്ട് ISRൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്, അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഏതാണ്, നമ്മുടെ ISRൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ്. അപ്പോൾ അത് നമ്മൾ പി സിയിലോട്ട് ലോഡ് ചെയ്യുന്നു. എന്നിട്ട് എന്തോ ചെയ്യുന്നു, ആൻഡ് ദ ആക്ഷൻ റിക്വസ്റ്റഡ് ബൈ ദ ഇൻറ്ററപ്റ്റ് ഈസ് പെർഫോം ബൈ ദി ISR. ഓക്കെ, എന്നിട്ട് ISR പെർഫോം ചെയ്യുന്നു. അപ്പം ISR എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻറ്ററപ്റ്റ്സ് ആർ എനേബിൾഡ്. അപ്പോൾ എന്നിട്ട് എന്തോ ചെയ്യണം, തിരിച്ചത് പ്രോസസ്സർ തിരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ എത്തിക്കഴിയുമ്പോൾ ഇൻറ്ററപ്റ്റ് എനേബിൾ ചെയ്യണം. ആ ബിറ്റ് എന്തോ ചെയ്യുന്നു, 1 ആക്കി സെറ്റ് ചെയ്യുന്നു. ആൻഡ് ദ PC ആൻഡ് പ്രോസസ്സർ സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ആർ റീസ്റ്റോർഡ്. അല്ലേ, പി സിയുടെ വാല്യൂവും പ്രോസസ് സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ വാല്യൂ എല്ലാം റീസ്റ്റോർ ചെയ്യണം. ആൻഡ് ദ എക്സിക്യൂഷൻ ഓഫ് ദി ഇൻറ്ററപ്റ്റഡ് പ്രോഗ്രാം ഈസ് റെസ്യൂംഡ്. എവിടെയാണോ പ്രോഗ്രാം നിർത്തിയത് അതിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ തൊട്ട് അത് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഇത്രയാണ് ഈ ഒരു സ്ലൈഡിനകത്തുള്ളത്. ഇതിനകത്ത് മെയിനായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി മാപ്ഡ് IO പിന്നെ IO മാപ്ഡ് IO അതിൻ്റെ ഡിഫറൻസസ് ചോദിക്കും. അതായത് മെമ്മറി IO ഡിവൈസസ് സെയിം അഡ്രസ് സ്പേസ് ഷെയർ ചെയ്യുന്നു, സെയിം ഇൻസ്ട്രക്ഷൻസ് ഷെയർ ചെയ്യുന്നു. മറ്റേതിനകത്താണ് ഡിഫറെൻറ്റ് അഡ്രസ് സ്പേസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. പിന്നെയും ഒരു ഇൻറ്ററപ്റ്റ് ഒരു സിംഗിൾ ഡിവൈസ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ള ഈ ഒരു സ്ലൈഡിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ഹൗ വി ക്യാൻ എനേബിൾ ആൻഡ് ഡിസേബിൾ ഇൻറ്ററപ്റ്റ്സ്, അതിന് 3 മെത്തേഡുണ്ട്. ആ 3 മെത്തേഡ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ആദ്യം ഇൻറ്ററപ്റ്റ് എന്താണെന്ന്, ഇൻറ്ററപ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഇൻറ്ററപ്റ്റ് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻറ്ററപ്റ്റ് എന്നും, പിന്നെ അതായത് നമ്മൾ കൺട്രോൾ ലൈൻസിന് ഒരു സ്പെഷ്യൽ ഹാർഡ്വെയർ ലൈനാണ് ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ IO ഡിവൈസ് നോർമലി നമ്മൾ പോളിംഗ് മെത്തേഡ് ആണെങ്കിൽ പ്രോസസ്സറിന് കണ്ടിന്യൂസ്ലി പോൾ ചെയ്തുകൊണ്ടിരിക്കണം സ്റ്റാറ്റസ് അറിയാനായിട്ട്. അപ്പോൾ അത്രയും സമയം പ്രോസസ്സറിന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ആ സമയത്ത് പ്രോസസ്സറിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക്കും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എന്തോ ചെയ്യുന്നു, whenever the IO devices is ready, the IO devices will raise an interrupt to the processor. അതായത് അതിനൊരു അലേർട്ട് കൊടുക്കുകയാണ്, that the IO devices are ready for the execution എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. ആ ഇൻറ്ററപ്റ്റിനെ കുറിച്ച് എഴുതിയിട്ടാണ് നമുക്ക് എങ്ങനെ ഹൗ വി ക്യാൻ ഹാൻഡിൽ ദ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് എന്നുള്ള ഈ ഒരു പ്രൊസീജിയർ എഴുതാനായിട്ട്. പിന്നെ എങ്ങനെ നമുക്ക് ഇൻറ്ററപ്റ്റിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും പറ്റുമെന്നുള്ള ആ കാര്യം കൂടെ, ആ 3 മെത്തേഡും.